ദുബായ് ലൂപ്പ്. ദുബായിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് അപ്കമിംഗ് പ്രൊജക്ടുകളാണ് URBയുടെ ദ ലൂപ്പ് എന്നുള്ള പ്രൊജക്ടും ഇലോൺ മാസ്കിന്റെ ദുബായ് ലൂപ്പ് എന്നുള്ള പ്രൊജക്ടും. എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഏകദേശം 93 കിലോമീറ്ററോളം നീളമുള്ള കവേർഡ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ അർബൻ ഹൈവേ ആയിട്ടാണ് ദ ലൂപ്പ് എന്നുള്ള പ്രൊജക്ട് ദുബായ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, നടക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സൈക്ലിങ്ങിന് വേണ്ടിയിട്ടോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സമ്മറിലൊക്കെ ഏകദേശം 40 ഡിഗ്രിയോളം ആയിരിക്കും ദുബായിലൊക്കെ താപനില ഉയരുന്നത്. ആ സമയത്ത് ഒക്കെ വാക്കിങ്ങിനും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിട്ട് ഫുള്ളി കവേർഡ് ആയിട്ട് വരുന്ന ക്ലൈമറ്റ് കൺട്രോൾ ഹൈവേ ആയിട്ടാണ് ദ ലൂപ്പ് എന്നുള്ള പ്രൊജക്ട് വരാൻ പോകുന്നത്. 24/7 ഓപ്പൺ ആയിട്ടുള്ള ഈ കോറിഡോറില് വെൽനസ് ഫെസിലിറ്റീസും ഇൻഡോർ പാർക്കുകളും ഉൾപ്പെടെ ബഹുലമായ സംഗതികളാണ് ദുബായ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദുബായ് ലൂപ്പ് എന്ന് പറയുന്നത് ദുബായ് RTAയും ഇലോൺ മാസ്കിന്റെ ബോറിംഗ് കമ്പനിയും ചേർന്ന് നിർമ്മിക്കുന്ന ഏകദേശം 17 കിലോമീറ്റർ ദൂരവും 11 സ്റ്റേഷനുകളുമുള്ള ഒരു അണ്ടർഗ്രൗണ്ട് കോറിഡോറാണ്. മെയിൻ ആയിട്ട് ഡ്രൈവർലെസ് കാറുകൾ, ഓട്ടോണമസ് കാറുകൾക്ക് മാത്രമായിരിക്കും ഈ കോറിഡോറിലുള്ള പ്രവേശനം ഉണ്ടായിരിക്കും. ഏകദേശം 1 മണിക്കൂറിൽ 20,000-ഓളം യാത്രക്കാരെ വഹിക്കാൻ കഴിയുമെന്നാണ് ഇതിന്റെ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത്. ദുബായിയുടെ കറണ്ട് സിറ്റുവേഷനിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും ഫാസ്റ്ററും സ്മൂത്തറും എഫിഷ്യന്റുമായിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ടായിരിക്കും അണ്ടർഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റമായ ദുബായ് ലൂപ്പ് വരാൻ പോകുന്നത്.